ഉണ്ടാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി മിനിസ്റ്റർ. സർ, ശബരിമലയിൽ സ്വർണം കട്ട മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന്. ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJPക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. സാർ, ഇന്ന് വന്ന വാർത്തയുണ്ട്. ഇന്നത്തെ വാർത്ത എന്താണ്? അസമിലെ PCC പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയി എന്നാണ് വാർത്ത. അസമിലെ BJP പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയിരിക്കുന്നു. ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ നാളെ കോൺഗ്രസിലുണ്ടാവും, UDFിലുണ്ടാവും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ സാർ? വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഓരോ ദിവസവും PCC പ്രസിഡന്റ് മുതലുള്ള ആളുകൾ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നാരങ്ങ വെള്ളവും കലക്കി കാത്തിരിക്കുന്നത്. സാർ, ഇത് രാഷ്ട്രീയ ഉപജാപമാണ്. ഈ രാഷ്ട്രീയ ഉപജാപം കേരളം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ? വാജിവാഹനം ഉൾപ്പെടെയുള്ളവരിൽ നടന്ന ക്രമക്കേട്, ആ ക്രമക്കേടിലും കൊള്ളയിലും UDFിന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തുമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരായ UDFുകാരായിട്ടുള്ള ആളുകൾക്ക്. അതാണിപ്പോ നിങ്ങൾ തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങളും BJPയും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾ സഭയുടെ അവകാശം ഞങ്ങൾ സഭയുടെ അവകാശം സാർ, അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കേരളം അറിയാൻ വേണ്ടി പറയാണ് സാർ. ഇന്ന് പ്രധാനപ്പെട്ട 5 ബില്ലുകൾ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് സാർ. ഓടിയിടുന്നത് കറക്റ്റാണ്. കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഈ കേരളം എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി സാർ നാറ്റിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ഈ തർക്കം ഉണ്ടാക്കുന്നത് BJPയെ സഹായിക്കാനാണ് സാർ. ഇത് ശരിയല്ലാത്ത കാര്യമാണ് സാർ. നാറ്റിവിറ്റി കാർഡ് ബില്ല് അവതരിപ്പിക്കുന്ന, കേരളീയ അഭിമാനം കൊള്ളുന്ന ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം എന്തിനാണ് സാർ ഈ തർക്കം? BJPയെ സഹായിക്കാനാണ് സാർ. ചോദ്യം നമ്പർ 181 ശ്രീ അനൂപ് ജേക്കബ്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 182 ശ്രീ റോജി M. ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 183 ശ്രീ അൻവർ സാദത്ത്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 184 ശ്രീ KU ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ, പ്ലീസ് അവരവിടെ ഇരുന്നോട്ടെ. പ്ലീസ് ട്രഷറി ബെഞ്ചിൽ അംഗങ്ങളോട് ഇരിക്ക്. ക്വസ്റ്റ്യൻ അവിടെ നടക്കട്ടെ.
ക്വസ്റ്റ്യൻ അവർ നടക്കട്ടെ. പ്ലീസ് പ്ലീസ്. യെസ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമത 23 വിഭാഗത്തിൽ കേരളത്തിന് 1-ാം റാങ്ക് ലഭിച്ചു. 23-24 കാലയളവിൽ ദേശീയ ഊർജ്ജ കാര്യക്ഷമത സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചു. 2018, 2022 എന്നീ വർഷങ്ങളിലും കേരള ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ മുന്നിലെത്തിയിരുന്നു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നീതി ആയോഗിന്റെ 22 ഏപ്രിൽ പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് കൊണ്ട് 1 പ്രകാരം വലിയ സംസ്ഥാനങ്ങളിൽ വിഭാഗത്തിൽ Yes, Minister. Please, please, please. Please. 9.1 പോയിന്റായാണ് ഈ വിഭാഗത്തിൽ കേരളം 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സംസ്ഥാനത്തെ ഊർജ്ജ രംഗത്തെ പുത്തൻ പ്രവണതകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ കാര്യക്ഷമത സംബന്ധിച്ച് പൊതുജനങ്ങൾ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി എനർജി മാനേജ്മെന്റ് സെന്റർ 28-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 24 ഫെബ്രുവരി 7 മുതൽ 9 വരെ തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ ഹാളിൽ വെച്ച് ആദ്യത്തെ അന്താരാഷ്ട്ര ഊർജ്ജമേള സംഘടിപ്പിച്ചു. ISRO, തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധന്മാരുടെ പങ്കാളിത്തവും സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരവും വിതരണമായി. ഇതിന്റെ തുടർച്ചയായി 2025 തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ കാർബൺ രഹിത കേരളം എന്ന പ്രമേയത്തെ നടന്ന 2-ാം പതിപ്പ് പുനരുപയോഗ ഊർജ്ജം, സ്മാർട്ട് ഗ്രിഡ്, സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഊന്നിയുള്ള ചർച്ചകൾക്ക് വേദിയായി. മേളയുടെ 3-ാം പതിപ്പ് 2026 ഫെബ്രുവരി 7 മുതൽ 9 വരെ പരങ്ങാട് എയർഫോഴ്സ് ക്യാമ്പിലെ പ്രൊഫസർ VK ദാമോദരൻ നഗറിൽ കേരളത്തിന്റെ ഊർജ്ജഭാവിയെ ശാക്തീകരിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ചു. മേളയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെയും ഊർജ്ജ സുരക്ഷയും കാലാവസ്ഥാ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ദേശീയ സംവാദങ്ങൾ നടന്നു. സാധാരണക്കാർക്ക് നവീന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും ഊർജ്ജബോധവൽക്കരണം നേടാനും സാധിച്ചു. ഈ 3 പതിപ്പുകൾ കേരളത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന് മികച്ച മാതൃകയാണ്. കേരളത്തെ ഊർജ്ജകാര്യ സ്വയം പര്യാപ്തതയിലേക്കും സുസ്ഥിരമായ ഹരിതഭാവിയിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ KU ജനീഷ് കുമാർ. സാർ, ശബരിമലയിലെ സ്വർണം കട്ടവരെയും അത് വാങ്ങിയവരെയും അത് വാങ്ങാൻ ഇടനില നിന്ന UDF കൺവീനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സംരക്ഷിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് സാർ ഈ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇവരുടെ ഈ തൊലിക്കട്ടി അപാരം തന്നെ സാർ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സാർ ഇവർക്കുള്ളത്. സാർ, എന്റെ ചോദ്യം സാർ, ഇന്ന് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല സാർ. ഇന്ന് നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഇല്ല സാർ. 10 വർഷം മുമ്പ് ഒരു ഇരുണ്ട കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു സാർ. ആ പവർ കട്ടുള്ള ലോഡ് ഷെഡിംഗ് ഉള്ള ഒരു ഇരുണ്ട കാലം, ആ ഇരുണ്ട കാലത്തെ മാറ്റിയെടുത്ത ഊർജ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടി വൈദ്യുതി മേഖലയിൽ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാമോ എന്നതാണ് സാർ എന്റെ ചോദ്യം. മിനിസ്റ്റർ, എന്താ സാർ ഒന്നും കേട്ടില്ല. പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിച്ചു? പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? പറഞ്ഞോട്ടെ. 2000 വൈദ്യുതി നിയമം 2003 സെക്ഷൻ 62 പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം വൈദ്യുതി പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്താണ് നടപടി സ്വീകരിച്ചത്? പകൽ സമയത്ത് ആദ്യമായി വൈദ്യുതിക്ക് ചാർജ് കമ്മിയാക്കിയത് കേരളത്തിലാണ്. ഇന്ത്യയിൽ
സാർ അതുകൊണ്ടാണ് സാർ ഈ വൈദ്യുതി ഉൽപാദന മേഖല അത് ഹൈഡ്രൽ പ്രോജക്ട് 171 മെഗാവാട്ട് ഇപ്പോൾ പള്ളിവാസൽ 2-ാം തീയതി ഉദ്ഘാടനം നടത്താൻ അതുകൊണ്ടാണ് ഇത് നമുക്ക് കമ്മിയാക്കാൻ സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വൈദ്യുതി മേഖലയിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാം. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാർ ഞാൻ നേരത്തെ പറഞ്ഞു, സോളാറിൽ 2100 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. ഹൈഡ്രൽ പ്രോജക്റ്റുകളിൽ 171 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. പള്ളിവാസൽ 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം അഡ്വക്കേറ്റ് പ്രേംകുമാർ. ശബരിമലയിൽ അവിടെയുള്ള വാജിവാഹനം കൈമാറിയതിലും കോൺക്രീറ്റിന്റെ കൊടിമരം അത് ചെതലരിച്ചു പോയി എന്ന് പറഞ്ഞ് കൊള്ള നടത്തിയവർ ഇന്ന് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിനു വേണ്ട നിയമങ്ങളാകെ നിർമ്മിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഈ സമരാഭാസം കേരളീയ സമൂഹം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ സൗരോർജ വൈദ്യുതി ഉൽപാദനത്തിൽ രാജ്യത്തിന് മാതൃകയാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അങ്ങക്ക് വിശദീകരിക്കാം. സാർ, വളരെ താല്പര്യമെടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡും എനർക്കും വളരെ താല്പര്യമെടുത്താണ് ഇതിനു വേണ്ടി മുൻകൈയെടുത്തത്. 2100 കേരളത്തിൽ തന്നെ 2-ാമത്തെ സംസ്ഥാനമാണ് സൗരോർജത്തിൽ. അതേപോലെ ബാറ്ററി സ്റ്റോറേജും കൂടി ഇപ്പോൾ 500 മെഗാവാട്ടിന്റെ ബാറ്ററി സ്റ്റോറേജും കാസർഗോഡ് വെക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പീക്ക് അവറിലും അതിന്റെ ഗുണം കിട്ടും. പിന്നെ ഹൈഡ്രൽ പ്രോജക്റ്റുകളെല്ലാം എല്ലാം തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തലാണ്. ശ്രീ പി സുമോദ്. സർ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കോൺഗ്രസ് ഇവിടെ നിയമനിർമ്മാണം നടത്തുന്ന ഈ സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഖേദകരമാണ് സാർ. സാർ, എന്റെ ചോദ്യം, സംസ്ഥാനത്തെ വൈദ്യുത വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്? വൈദ്യുതി നഷ്ടം കുറക്കുന്നതിൽ ഉണ്ടായ പുരോഗതി വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സാർ, ഒന്നുകൂടി ചോദിക്കാൻ പറയണം, കേൾക്കില്ല. വൈദ്യുതി നഷ്ടം കുറക്കാൻ സർക്കാർ സ്വീകരിച്ച പുരോഗതി. വൈദ്യുതി നഷ്ടം കുറക്കാൻ എന്തൊക്കെ നടപടിയാണ് സ്വീകരിച്ചത്? സാർ, UDF ഭരണകാലത്ത് 24% Yes, please. ശ്രീ UR പ്രദീപ്. കേരളത്തിൽ 2016 മുമ്പേ വൈദ്യുതി മേഖല കരിമ്പുംതോട്ടത്തിൽ ആന കിടന്ന പോലെയായിരുന്നു സാർ. അവിടെ നിന്ന് നല്ല നിലയ്ക്ക് ലോകം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാക്കി മാറ്റിയത് ഞാൻ. സാർ, എന്റെ ചോദ്യം, എന്റെ മണ്ഡലത്തിൽ ചേലക്കരയും പഴയന്നൂരുമായി ബന്ധപ്പെട്ട് ഏകദേശം 54,000 ഗുണഭോക്താക്കളുണ്ട് സാർ. അതിന്റെ ഭാഗമായി ഇപ്പോ പ്രവർത്തനം അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞ വലിയ സ്ഥലമായതുകൊണ്ട് അപ്പൊ ഇവിടെ ചേലക്കരയും അതുപോലെ തന്നെ പഴയന്നൂരുമുള്ള കൺസ്യൂമേഴ്സിനെ ഒരുമിച്ചാക്കി മറ്റൊരു പുതിയ സെക്ഷൻ നമുക്ക് അനുവദിച്ചു തരാൻ കഴിയോ എന്ന ഒരു ആവശ്യം പരിഗണിക്കാൻ കഴിയുമോ സാർ?